പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് പാഷ ജോളി ലാസൻ. ഞാൻ UK പോഴ്സ്മൗത്തിൽ നിന്ന് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നു. ഇത് മലയാളം മെസ്സേജാണ്, മലയാളത്തിലാണ്. ഇത് മലയാളം സർവീസ്. കർത്താവ് കുറച്ച് മുമ്പേ 6 മണി തൊട്ട് 7:30 വരെ ഇംഗ്ലീഷ് സർവീസ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് സെക്ഷൻ. നൗ ഐ എം പ്രീച്ചിങ് ഇൻ മലയാളം സർവീസ്. So I want to invite to all the people, please share this gospel. Praise the Lord. Whenever you are sharing, our God will do a mighty things in your life. Praise the Lord. My sharing option is over. അതുകൊണ്ട് തന്നെ എൻ്റെ ഷെയറിങ്ങിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഷെയറിങ് ഓപ്ഷൻ കഴിഞ്ഞ കാരണം അപ്പം ജസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ദോസ് ആർ വാച്ചിങ് ഓൺലൈൻ, പ്ലീസ് ഷെയർ ദിസ് ഗോസ്പൽ. ഓക്കെ, ഐ എം നോട്ട് ഗോയിങ് ടു ഷെയർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇച്ചിരി പാട്ട് പാടാം. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. 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 You deserve the glory and the honor. Lord, I lift our hands in worship as we lift your holy name. You deserve the glory and the honor. Lord, I lift our hands in worship as we lift your holy name. For you are great, you do miracles so great. There is no one else like you. There is no one else like you. You are great, you are great, you are great, you are great. Praise the Lord, hallelujah. I was doing a little bit sharing. I am going to preach the gospel. Praise the Lord. എനിക്ക് റെഡിമെയ്ഡ് പാട്ട് പാടാൻ താല്പര്യമില്ല.
റെഡ് വേർഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ പാടുവാണെങ്കിലും അപ്പം നമ്മൾ പാടുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് നമ്മൾ പാട്ട് പാടുവാണെങ്കിൽ ആ അഭിഷേകത്തെ നിറയാൻ പറ്റും. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അഭിഷേകത്തെ നിറയാൻ പറ്റും. പ്രൈസ് ലോർഡ്. The people, those who are watching online, God bless you. Shinsi Matthew, God bless you. Shiny David, God bless you. Aju Varghese, God bless you. Rajesh Maliyekal, God bless you. Brian Thomas, God bless you. Betsy Augustine, God bless you. Nina Thomas, God bless you. Sajike Abraham, God bless you. Sobi Sam, God bless you. Christy Sam, God bless you. Rebecca, God bless you. Jinsi, God bless you. Lots of people are watching. Please share these videos, okay? എൻ്റെ മാക്സിമം ഷെയറിങ് ഓപ്ഷൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ഗോസ്പൽ ഷെയർ ചെയ്യാനായിട്ട് കർത്താവിനെ ഞാൻ ഉത്ബോധിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് ഞാൻ കർത്താവിൻ്റെ വചനം അധികം സമയമൊന്നുമല്ല, 9 മണിക്ക് കർത്താവിൻ്റെ വചനം ഞാൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. 30 മിനിറ്റ് ഉണ്ട്. അനദർ 30 minutes ഐ വിൽ ഫിനിഷ് ഇൻ ദിസ് ഗോസ്പൽ. പ്രൈസ് ലോർഡ്. അച്ഛൻ ജോൺ, ഗോഡ് ബ്ലസ് യു. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്തെ പ്രവാചകന്മാരെ മൊത്തം, ഈ പണ്ട് കാലങ്ങളിലുള്ള പ്രവാചകന്മാരെ മൊത്തം കർത്താവ് ഉയർത്തി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനത്തിനായിക്കോട്ടെ, അവിടെ താമസിക്കുന്ന ആൾക്കാരെ, അവിടെയുള്ള ആ പ്രദേശത്തെ ജനങ്ങൾക്കായിക്കോട്ടെ, അവർക്ക് ശക്തി പകരാനായിട്ടാണ്. ഈ പണ്ട് കാലത്തെ നമുക്കറിയാം, ഈ ആദിമ കാലഘട്ടങ്ങളിലൊക്കെ കർത്താവ് രാജാക്കന്മാർക്ക് നേരിട്ട് കർത്താവ് ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദാവീദിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏത് സമയം ദാവീദിനെ കിട്ടിയിട്ടില്ല. പ്രൈസ് ലോർഡ്. ദാവീദിന് കർത്താവിൻ്റെ അഭിഷേകം വന്ന അഭിഷേകമുള്ള വ്യക്തിയാണ് ദാവീദ്, ഡേവിഡ്. ഹി വാസ് അനോയിൻറ്റഡ് മാൻ. ഗോഡ് വാസ് ഗിവിങ് ഹിം ദ റെവലേഷൻസ്. പ്രൈസ് ലോർഡ്. പക്ഷേ ഒരു സമയത്ത് ദാവീദിൽ നിന്ന് അഭിഷേകം മാറി പ്രവാചകന്മാർ വന്നിട്ട് ദാവീദിനോട് സംസാരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലാകാലഘട്ടങ്ങളിൽ ഏത് സമയത്തും കർത്താവിന് തൻ്റെ ജനത്തെ നയിക്കുവാനായിട്ട് പഴയ നിയമത്തിൽ മെർലിൻ ജസ്റ്റിൻ, ഗോഡ് ബ്ലസ് യു. ഓക്കെ, പീപ്പിൾ ആർ വാച്ചിങ് ഓൺലൈൻ. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, ഇപ്പം ഞാൻ സംസാരിക്കുന്നത് വെച്ചാൽ ഇംഗ്ലീഷ് മെസ്സേജ്. ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഗസ്റ്റ് സ്പീക്കർ ഫാസ്റ്റ് ജോയിൻ ചെയ്തില്ലായിരുന്നേ. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് ഞാൻ പ്രിപ്പയറും ചെയ്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ അനോയിൻറ്റഡ് സർവീസാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് വിചാരിച്ച് എനിക്ക് ഗോസ്പൽ മെസ്സേജ് നിർത്താൻ പറ്റുമോ? ഇല്ല. ഞാൻ ഒരാളെ ഉള്ളെങ്കിലും കർത്താവിൻ്റെ വചനം ഗോസ്പൽ മെസ്സേജ് സ്പ്രെഡ് ചെയ്യണം. കർത്താവിൻ്റെ ഡ്യൂട്ടി എന്നെ കിടക്കുന്നു. ഡ്യൂട്ടി നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് വിട്ടുപോയാലും എനിക്ക് കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ച് നിർത്താൻ പറ്റുമോ? ഇല്ല. നിർബന്ധം എൻ്റെ മേലെ കിടക്കുന്നു. അതെനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം മൊത്തം എനിക്കെതിരായാലും ഞാൻ സങ്കടപ്പെട്ട് വീട്ടിയിരിക്കണോ? പറ്റത്തില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. The duty is there in me. If I am not preaching the gospel, when I am reaching the heaven, I am answerable in front of God. പൗലോസിനെ എല്ലാവരും അടിച്ചു, തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. പുരോഹിതന്മാരെ അടുത്തുനിന്ന് അധികാരപത്രം വാങ്ങി ജെറുസലേമിലെ സഭേനെ പൗലോസ് പീഡിപ്പിച്ചു. ഈ പൗലോസിനെ കർത്താവ് ടച്ച് ചെയ്തപ്പോൾ പ്രോസിക്യൂഷൻ വന്നപ്പം ആ പുരോഹിതന്മാരുടെ ആ ജെറുസലേം ടെമ്പിളിൻ്റെ അവിടെ നിന്ന് മതിൽ കൂടെ കൊട്ടയെന്ന് താഴെ നിന്ന് പൗലോസിനെ ഇറക്കി. ഈ അധികാരപത്രം കൊടുത്തിയ ആൾക്കാർ കൊല്ലാൻ കയറ്റി കാവലി തന്നു. എങ്കിലും അദ്ദേഹം പേടിച്ച് പിന്മാറിയോ? നിർബന്ധം അദ്ദേഹത്തിന് അയാൾ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ നിർബന്ധം കിടക്കുന്നു പ്രിയമുള്ളവരെ. നിർബന്ധത്താൽ കർത്താവിൻ്റെ നിർബന്ധം, നമുക്ക് കർത്താവിൻ്റെ വചനം, നമുക്ക് ആത്മാക്കളെ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. വി ഷുഡ് ബി ദ ഫെയ്ത്ത്ഫുൾ ഇൻ ഗോഡ്. കർത്താവ് നമ്മൾ വിശ്വസിക്കും. ആദ്യത്തെ ഇരിപ്പൊന്നും ശരിയാകട്ടെ, അത് കഴിഞ്ഞിട്ട് കർത്താവിനെ മനസ്സിലാക്കും. ഇരിപ്പ് ഇതല്ലോ ആദ്യം പണ്ട് കാരണന്മാർ പറയുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞിട്ടല്ലേ ഏക്കുന്നതെന്ന് പറഞ്ഞ പോലെ എന്നൊക്കെ വീട്ടിൽ ചാച്ചൻ പറയുമായിരുന്നേ, ഇരുന്നിട്ടല്ലേ ഏക്കുന്നതെന്ന് പറയും. ഞാനൊക്കെ ചെറുപ്പത്തിൽ മുട്ടായി മേടിക്കാൻ പൈസ ചോദിക്കും. അതുകൊണ്ട് എനിക്ക് മുട്ടായി വേണം. വീട്ടിൽ പറയും പൈസ ഇല്ലെന്ന് പറയും. അപ്പോൾ ഞാൻ പുത്തുകുട്ടി വളർന്നൊരു വീട്ടിലായിരുന്നേ. പുത്തുകുട്ടി വളർന്ന വീട്ടിലായിരുന്നു. ഞങ്ങൾ വീട്ടിൽ അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം, എന്തായാലും തരുമായിരുന്നു. 10 പൈസയും 5 പൈസയൊക്കെ മുട്ടായി മേടിക്കാൻ തരുമായിരുന്നു. 25 പൈസയും 1 രൂപയൊക്കെ തരുമായിരുന്നു. മുട്ടായി വാങ്ങുക അന്ന്. നല്ല ഈ മുട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റബ്ബർ മുട്ടായി ഇരിക്കുക. അത് കുറച്ചാളിങ്ങനെ ഞങ്ങൾ പിള്ളേരല്ല ഇങ്ങനെ ആയിട്ടും ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കും. പ്രൈസിലാണ്. അപ്പം അവർക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. പ്രൈസിലോടത്ത് നല്ല ജീവിതമാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ അന്നൊക്കെ നമ്മളിപ്പം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ കാരണവന്മാരെ ഡിപ്പെൻഡ് ചെയ്യാറ്. ഇന്ന് നമ്മളെ പൊസിഷനായിരുന്നു നമ്മുടെ പിള്ളേർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വില അറിയാം. അങ്ങനെ അവർക്ക് എല്ലാ കാര്യത്തിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് ഈ കർത്താവ് രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ. നിങ്ങളുടെ 100 വയസ്സായാലും അബ്രാഹത്തിന് 100 വയസ്സായാലും മകനെ കൊടുക്കും. അത് കർത്താവ് 100 വയസ്സായാലും 130 വയസ്സായാലും അബ്രാഹം കർത്താവിൻ്റെ മകനാണ്. പ്രൈസിലോ കൊച്ച 130 വയസ്സായിട്ട് അബ്രാഹം മരിച്ചു കഴിഞ്ഞാലും അബ്രാഹം കർത്താവിന് മുമ്പിൽ ഹീസ് എ ചൈൽഡ്, സ്മോൾ ചൈൽഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളും കർത്താവിൻ്റെ ഒരു ചൈൽഡാണ്. കർത്താവ് സ്നേഹിക്കുന്ന പിള്ളേരാണ് നമ്മളെല്ലാവരും. ഇത്തലാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാവരും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കാരണം ഇഫ് യുവർ പേരൻസ് ആർ saying something against you, but they are not against you. 100% they are not against, their mind is not against you because they are loving you. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെയാണ് നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ ഫാദർ മദറൊക്കെ നമ്മളെ തല്ലുകയൊക്കെ ചെയ്യുന്നത്. സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ നേരെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് എത്ര അടി കിട്ടിയിട്ടുണ്ടെന്നറിയാം. ഒത്തിരി അടി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ വടിയെ കയറി പിടിക്കുമായിരുന്നു. വടിയെ കയറി പിടിച്ചിട്ട് പിന്നെയും തരും. എനിക്ക് കുശൃതി ഭയങ്കരമായിരുന്നു ചെറുപ്പത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ കർത്താവ് നമ്മളെ ചിലപ്പോൾ നമ്മുടെ സ്പിരിച്വൽ ലെവലിലാണെങ്കിലും, in my spiritual level, the people are watching online. This is a Malayalam message. English message is over right now. This is Malayalam message. When I am preaching the gospel, just I will say the content. You can follow that one. Okay. Manogar Bagala, God bless you. Jackson from Mumbai, God bless you. Primchi Mohan, God bless you. Okay. This is a Malayalam message. English message every day, 6 p.m. to 7:30 p.m. Okay. The Malayalam message 8:30, 8:15 p.m. to 9 p.m. 9 p.m. Okay. Okay time. Just I am reading. I was preaching the gospel. I want to supposed to preach the gospel. Where I was teaching the gospel. Praise the Lord. അപ്പം ഞാനവിടെ കർത്താവിൻ്റെ വചനം, ഇതാണ് ഞാൻ പ്രസംഗിക്കുന്ന വചനം. ഞാനെടുത്ത് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പറയുന്നത്. Isaiah chapter, this is what? Isaiah chapter 41 verses 15. This is by the word of God today. The people are watching online, please note it down. Okay. Book of Isaiah chapter 41 verses 15. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ശിക്ഷണത്തെക്കുറിച്ചാണ്. കർത്താവ് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രേരണ മൊത്തം ആൻസർ തന്നിരിക്കത്തില്ല. ഏത് സമയം നമുക്ക് ആൻസർ തരത്തില്ല കർത്താവ്. ഞാനൊക്കെ കുറേ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആൻസറൊക്കെ തരട്ടെ ഓരോ കാര്യത്തിലൊക്കെ. കാരണം കർത്താവിന് സമയത്തിന് വരും. നമ്മൾ ചോദിക്കുമ്പം കർത്താവ് നോക്കി തരും. തന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ പിണങ്ങി പോകരുത്. ഹി വിൽ ഗിവ് ആൻസർ. പ്രൈസ് ഹി ഈസ് അവർ ലോർഡ്, ഹി ഈസ് അവർ ഫാദർ. സോ ഹി വിൽ ഗിവ് ആൻസർ. അതാണ് നമ്മൾ ചോദിക്കുന്ന നമുക്ക് ലഭിക്കും. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തരും. അതാണ് കർത്താവിന് അത് വെളിപ്പെടുത്തി തരാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. when I was studying the 4th standard, I had a friend. Okay, well, intimate friend, the small person. I was also child, he is also child. And his father was working in a military field. He got transferred to other places. So the child want to go to some other places, some other cities to go and join the school. So I was crying to God. He was my intimate friend. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ നിക്സൺ. ഇന്ന് ഞാൻ കണ്ടിട്ട് ഇന്ന് 4ാം ക്ലാസ് പഠിച്ച് പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെ. വർഷങ്ങൾക്ക് മുമ്പ്. Then I was praying to God. God bless her, bless them, bless him, bless him, bless him, bless him. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ സ്വരം എനിക്ക് കിട്ടും. I heard the voice. ഞാൻ അനുഗ്രഹിക്കും. I will bless him. ആ സ്വരം കിട്ടുന്നോടെ വരും. Until I was getting that the voice, I was praying to God. I was begging to God, bless. I was getting the word, the voice from my ear. I bless him. I will bless him. Praise the Lord. അത് തന്നെ UK-ലും നമ്മുടെ ഇവിടെ കർത്താവിൻ്റെ സ്വരം എത്ര ദിവസം ഞാൻ കേട്ടെന്നറിയോ. ഇവിടെ വന്നിട്ട് കർത്താവിനോട് സംസാരിക്കുന്നു പലപ്പോഴും. അപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കർത്താവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ കർത്താവ് റിപ്ലൈ ചെയ്യുന്ന ദൈവമാണ്. He will answer you. Praise the Lord. He will give you answer each and every prayer. അതാണ് ഇത്രയും പറഞ്ഞത്. ഇപ്പോൾ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് Isaiah chapter 41 verses 15 പറയുവാണേ.
നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ ഓർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. വചനം പറയുവാണ്, ഇതാ ഞാൻ നിന്നെ മൂർച്ചയുള്ളതും പല്ലേറിയതും ആയ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊട്ടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നിങ്ങളെ ശക്തമുള്ള ഒരായുധമാക്കി കർത്താവ് നിങ്ങളെ മാറ്റാൻ വേണ്ടി പോവുക. എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ വചനം ഹോൾഡ് ചെയ്യുന്ന പ്രസംഗിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ലാത്ത വ്യക്തിയാണോ? അപ്പോൾ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും കാര്യം ഒരാളെ പറ്റി അന്യായം മോശം പറയുകയാണെങ്കിൽ നിങ്ങളവരെ ഫോൺ കട്ട് ചെയ്യണം, അവരുമായിട്ട് ബന്ധമേ വിച്ഛേദിക്കണം. കാരണം നമ്മൾ എന്തിനും മറ്റുള്ളവർ നമ്മളെ പറയുന്ന ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് ഇവർ കേട്ട് കഴിഞ്ഞ് ഇവർ അവരോട് ചെന്ന് പറഞ്ഞേപ്പിക്കും. പിശാചിൻ്റെ പ്രവൃത്തി. ഇതിലോ ഇപ്പം ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കാൻ പോകത്തില്ല. ഞാൻ ഫോൺ കട്ട് ചെയ്ത് എവിടെ നിന്ന് ചോദിച്ചെന്ന് പോലും ഞാൻ ചോദിക്കത്തില്ല അവരോട്. ആര് വിളിച്ച് എപ്പോഴെന്ന് ചോദിച്ചു എവിടെ നിന്ന് ഒന്നും ഞാൻ ചോദിക്കത്തില്ല. ഞാൻ പറഞ്ഞു വൈ യു കോൾ മീ, അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിക്കുന്നു ഈ കാര്യം പറഞ്ഞുകൊണ്ട്? എന്ത് കാര്യത്തിൽ നിങ്ങൾ എന്നെ വിളിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാൽ അവരുടെ പേര് പറഞ്ഞിട്ട് പിന്നെ അവരെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരോട് ദേഷ്യം മനസ്സ് വിചാരിക്കുമ്പോൾ നമ്മൾക്ക് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇതാണ് സംഭവിക്കുന്നത്. പിശാചിൻ്റെ ഏറ്റവും വലിയ ട്രിക്ക്, ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞ് ഏൽപ്പിക്കുക, അത് മറ്റുള്ളവരൊഴി ഏൽപ്പിക്കും. അങ്ങനെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തണം. അതാണ് ഈ അന്ധകാശിക്കൽ ഏറ്റവും വലിയ ട്രിക്കാണ്. ആരെങ്കിലും എന്നെക്കുറിച്ച് ആർക്കെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെന്നുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ പറയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൾക്കാർ ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും ഇത് പറഞ്ഞാൽ അവരെ ഫോൺ വിളിച്ചൊരു സൂം മീറ്റിംഗ് വിളിച്ചിട്ട് അവരുടെ സാന്നിധ്യത്തിൽ ജോലിയോട് ഇങ്ങനെ പറഞ്ഞെന്ന് നേരിട്ട് പറയണം. അതാ ചെയ്യേണ്ടത്. അങ്ങനെ പിശാചിൻ്റെ പ്രവൃത്തി ഒന്ന് തറക്കാൻ പറ്റുന്നത്. വി ക്യാൻ ബ്രേക്ക് ദ വർക്ക് ഓഫ് ദ ഡെവിൾ അക്കോർഡിംഗ്ലി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് നമുക്ക് പിശാചിൻ്റെ പ്രവൃത്തിയെ തറക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് വേണ്ടി അന്ന് ഇവിടെ ചെന്ന് അപ്പറയും പോയി പറഞ്ഞു പോയി. അങ്ങനത്തെ പരിപാടി നീ പിശാചിൻ്റെ കളിയാണ്. ദിസ് ഈസ് എ ട്രിക്ക് ഓഫ് ദ ഡെവിൾ. The devil cannot destroy the man of God or woman of God or children of God. Only thing in a tricky way devil is doing in today's, maybe through your beloved friends, devil will do something against you. Don't look at the people if anybody is saying against you. Praise the Lord. Don't listen to them. Don't talk to them. Only bless them. Bless them. Praise the Lord. You bless your enemies. Praise the Lord. God will bless you. You bless everybody. God will bless you. ഇന്ന് ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഇല്ലാതെ പറഞ്ഞത് എല്ലാവരും സോഷ്യൽ മീഡിയ വഴി എന്നെപ്പറ്റി എന്നൊക്കെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാ സ്ഥലങ്ങളും ഞാൻ അവർക്കെതിരെ ആർക്കും ഇനി ഒന്നും പറയാൻ പോയിട്ടില്ല. എതിരോ എനിക്കെന്നാ വെച്ചാൽ എൻ്റെ നിർബന്ധം എനിക്കെന്ന് വെച്ചാൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നത്. അതാണ് ഞാൻ എന്താണെന്ന് എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കി അറിയാം. ഈ 3-4 വർഷത്തെ പ്രൊഫൈൽ നോക്കി ഞാൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. If anybody is looking at my profile, they know what I am, what Pastor Jolie is. Pastor Jolie's profile, the last 3, witnessing God, years and years. Praise the Lord. If anybody is saying anything against Pastor Jolie, I will not respond. The same thing, if you are the man of God, always focus the word of God, focus the Bible. Then only this word of God will fulfill. The Isaiah chapter 41 verses 15. Behold, I will make you into a new threshing sledge with sharp teeth. You shall thresh the mountains and beat them small and make them hills like a chaff. ഇതാ ഞാൻ തന്നെ മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി മാറ്റിയിരിക്കുന്നു. എല്ലാ മേഖലകളിലും കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് പോകുക. നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലാണ്. എല്ലാ മേഖലകളിലും കർത്താവിന് കഴിവ് തരാൻ പറ്റുക. പ്രൈസ് ദി ലോർഡ്. ഗോഡ് വിൽ ഗിവ് യു ദ എബിലിറ്റി, ദ പവർ ടു പ്രീച്ച് ദ ഗോസ്പൽ. നമ്മുടെ വീക്ക്നെസ്സിലാണ് കർത്താവിൻ്റെ ശക്തി തെളിഞ്ഞു വരുന്നത്. പിശാചിൻ്റെ ദൂതൻ പൗലോസിനെ അറ്റാക്ക് ചെയ്തു. പൗലോസ് അത് എടുത്തു മാറ്റാനായിട്ട് കർത്താവിനോട് പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. പ്രൈസ് ദ ലോർഡ്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ലോകക്കാർ പറയും നമ്മൾ കേൾക്കരുത്. നിങ്ങൾ ഒറ്റ ആളേ ഉള്ളൂ. നിങ്ങളുടെ ചർച്ചിൽ ഒരാൾ വരിയില്ലേ? നിങ്ങൾ ചർച്ച കുറിച്ച് നിർത്തരുത്. വേൾഡിലുള്ള ആൾക്കാർ പറഞ്ഞ് ചിരിക്കും.
ഒരാളെ കുറച്ച് പേരേ ഉള്ളൂ, 10 പേരേ ഉള്ളൂ, 100 പേരേ ഉള്ളൂ. ഈവൻ ഇഫ് യുവർ ചർച്ച് ഈസ് എംപ്റ്റി, you have to preach the gospel to the chair. You have to preach the gospel to the wall. You have to preach the gospel to the birds. The church is belongs to God, not belongs to you. Praise the Lord. Your duty to preach the gospel. The rest of the thing, our God will do it. Praise the Lord. ചിലപ്പോൾ 1 വർഷമായിട്ട് 2 വർഷമായിട്ടും ചില 4 മാസം ചിലപ്പോൾ ആരും കണ്ടെന്നിരിക്കുകയില്ല. പുറത്ത് വരരുത്. One day our God will bless you. Praise the Lord. മിനിസ്ട്രി ലെവലിൽ താഴ്ന്നിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ തളർന്നാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ വചനത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. If you are getting weak, the lakhs and lakhs people are waiting for your gospel to hear. If you are sitting in your house, their souls will go to hell. Now you think it over what you want. You are the blessed person. Do you want to spread? Do you want to give your blessing to others? Then you have to wake up. Praise the Lord. നമ്മൾ ഏക്കണം, നമ്മളെല്ലാവരും ഏക്കണം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിലൂടെ ഏക്കണം. കർത്താവ് നമുക്ക് ശക്തി വന്നു കഴിഞ്ഞു. നമുക്ക് കർത്താവ് നമുക്ക് വചനം പ്രസംഗിക്കാനുള്ള ശക്തി തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഏക്കണം, എല്ലാവരും വെക്കണം. നിങ്ങളെ നാണോ മാനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, മറ്റുള്ളവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കർത്താവിന് വചനം പ്രസംഗിക്കാനായിട്ട് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ യേശുവിനെ എല്ലാവരും ഒന്ന് ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ പറയുവാണേ, തുടർമാനോട്ട് ഐസയ ചാപ്റ്റർ 41:18 പറയുവാണേ, ഞാൻ പാഴ്മേലകളിൽ, ഐസയ ചാപ്റ്റർ 41:18, ഞാൻ മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർ പൊയ്ക്കുകയും വരണ്ട നിലത്തെ നീർ ഉളവുകളും ആക്കും. ഐ വിൽ ഓപ്പൺ റിവേഴ്സ് ഇൻ ദ ഡെസർട്ട് ഹൈറ്റ്സ് and fountains in the midst of the valleys. I will make the wilderness a pool of water. Praise the Lord. Hallelujah. And the dry land spring of water. Praise the Lord. Hallelujah. അതാണ് ഇന്ന് നിങ്ങൾ കാണുന്നതൊന്നും അത് യാഥാർത്ഥ്യമല്ല പ്രിയമുള്ളവരെ. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന അസാധ്യങ്ങളൊന്നും അത് അസാധ്യമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. അതെല്ലാം സാധ്യമാണ്. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമായി അത്യുൽപുറങ്ങളിൽ എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു. കർത്താവിന് നമ്മുടെ ബുദ്ധിക്കതീതമായി. ഇപ്പോൾ ഈ പാട്ട് പരിശുദ്ധാത്മാവ് തന്നാണ്. എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല. Praise the Lord. The പരിശുദ്ധാത്മാവ്, the Holy Spirit is giving this song in my tongue. Today I was preaching the gospel. The preacher didn't come, but I was asking to God what I should preach. I don't know anything. I didn't prepare anything. But when I was reading the Bible, I could not able to preach anything. But when I was not looking at the Bible, the Holy Spirit was giving the revelation. This is Jody. This is Jody. Preach like this. Preach like this. Preach like this. Praise the Lord. I will hear the word of God today, which I preached today. അഭിമാനം ഒന്നും നോക്കണ്ട, കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ. മറ്റുള്ളവരൊന്നും നോക്കണ്ട, മറ്റുള്ളവരൊന്നും നോക്കണ്ട. എന്നാ നിങ്ങൾക്കറിയാൻ പ്രസംഗിക്കുക. ഈ നാട്ടുകാരൊന്നും നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, തെറ്റു വന്നാലും ചെയ്യാൻ പോകുന്നില്ല. അറിയാവുന്ന ലാംഗ്വേജ് പ്രസംഗിക്കും. നിങ്ങൾ അറിയാവുന്ന ലാംഗ്വേജ് കർത്താവിനെ പ്രഘോഷിക്കുക. ബാക്കി കർത്താവ് ചെയ്തോളൂ നിങ്ങൾക്ക് വേണ്ടി. അറിയത്തില്ലെന്നുകൊണ്ട് വീട്ടിൽ ഇരിക്കില്ല പ്രിയമുള്ളവർ. ഞാൻ ചെയ്യുന്ന ഈ ഗോസ്പൽ റിവൈവൽ ഒരിക്കലും സ്റ്റോപ്പ് ആകത്തില്ല. കർത്താവിനെ വചനം പ്രസംഗിക്കാൻ 10, 200, 300 മൈൽ അപ്പുറം പ്രസംഗിക്കാൻ. ഐ എം ഗോയിങ് ടു പ്രീച്ച് ദ ഗോസ്പൽ നോർത്ത് UK, in Scotland and Edinburgh and Belfast, and I'm going to preach the gospel at 300 miles and 400 miles, 500 miles away. I will ride my car or I will go by plane. Doesn't matter. I will go, I will book a hotel, I will stay there, I will take my laptop and equipments,
I will arrange Zoom meeting where I am. ഞാൻ എവിടെയായിരിക്കുന്ന അവിടെ സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ദിസ് ഡെയിലി ഗോസ്പൽ റിവീൽ, ഇറ്റ് വിൽ റിമെയിൻ സെയിം. ഇറ്റ് വിൽ ഗോ എവറി ഡേ. Every day it will continue. Every day it will continue. Every day it will continue. This is non-stop. This is non-stop. Gospel revival is non-stop. ഒരിക്കലും അവസാനിക്കത്തില്ല. ഒരിക്കലും അവസാനിക്കത്തില്ല. ഒരിക്കലും സ്റ്റോപ്പ് ആകത്തില്ല. It will move. Gospel. Mike Seru. This is a Mike Seru. Today he wants supposed to preach the gospel. I will never put your photo again. Sorry, okay. I know that one. He wants supposed to preach the gospel today. Mike Seru, he was having some connection problems. Okay, you are welcome to preach again, okay? Again, this is a Malayalam message. Okay, I don't know whether you are understanding. Holy Spirit, he gave the ability to me to preach the gospel. And Sister Pooja Elizabeth, anointed woman of God. പിന്നെ സ്റ്റീഫൻ ഫാസ്റ്റർ സാമുവൽ എല്ലാം പ്രസംഗിക്കാൻ പോവാ ഈ പ്ലാറ്റ്ഫോമിൽ. ദ ഗ്രേറ്റസ്റ്റ് മാൻ ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും ടെസ്റ്റ് മണി ഉണ്ട് നിങ്ങൾ പറയണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് മണി ഉണ്ട്. ഇഫ് യു ഹാവ് ഇൻ എ ടെസ്റ്റ് മണി പ്ലീസ് സെൻഡ് മീ. യു വിൽ ഗെറ്റ് എ ടൈം ടു പ്രീച്ച് 15 minutes 20 minutes. ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ കർത്താവിൻ്റെ വചനം എല്ലാവരും വരുന്ന ഈ ടെസ്റ്റ് മണി അറിഞ്ഞിട്ട് കർത്താവിൻ്റെ വചനം പറയാനായിട്ട് വരുന്നത് എല്ലാവരും. നമ്മൾ ടെസ്റ്റ് മണി മറ്റുള്ളവരോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ഈ ടെസ്റ്റ് മണി നമ്മൾ പറയുമ്പോഴാണ് അനേകർ കർത്താവിനെ അറിയും പ്രിയമുള്ളവരെ. ദാറ്റ് ഈസ് വാട്ട് അപ്പോസ്റ്റൽ പൗൾ വാസ് പ്രീച്ചിങ് ദ ഗോസ്പൽ അക്കോർഡിംഗ് ഹിസ് എക്സ്പീരിയൻസ്. ഹി വാസ് ഹാവിങ് ദ ടെസ്റ്റ് മണി. Okay. He was prosecuting the church of God. When the touch of God, when touch of God came to him, that time what he was doing, he was having the experience because from the God. He was preaching the gospel because what the God has done in his life, he was preaching this miracle to everybody. He was having the experience when he was in the midst of the prison. When he was praising, giving thanks to God, he could come out from the prison. So he was preaching the gospel from his experience. ഇതാണ് അപ്പോസ്തലൻ പൗൾ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് ആ എക്സ്പീരിയൻസ് എന്നാണ് പ്രസംഗിച്ചത്. ഇതായിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ്. ഇന്നലെ നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്ക് യു വെരി മച്ച്, ഗോഡ് ബ്ലസ് യു. ഐ വിൽ ഗോ. ഓക്കെ. Again, I will be giving chance to Mike Seru. Pastor Mike Seru, you are the wonderful man of God. When I started to preach the gospel, Pastor Mike Seru was with me in London. We were preaching gospel together. Praise the Lord. Day after tomorrow, I'm coming to Central London to preach the gospel. You can join with me, Pastor. Okay, I'll come there. And after that, either I will stay there, London, and I'll arrange Zoom meeting, or I'll come back to my room. Then I'll arrange the Zoom meeting. From London to my house, it will 2 hours 30 minutes traveling. Always I'll ride my car. Wherever I am preaching gospel, I will take my car and go. I'll keep all my equipments in my car. കാർ കൊണ്ടുവന്നാൽ കർത്താവ് ഒരു കാറ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാറിനകത്തെല്ലാം കൊണ്ട്, ചെറിയ കാറാണേ, നല്ല പുതിയ കാറാണ്, കുഴപ്പമൊന്നുമില്ല, ബ്ലസ്സഡ് കാർ. അപ്പം ഞാൻ വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഇതൊക്കെ പ്രാർത്ഥിച്ച് കർത്താവ് തന്നാണ്. എനിക്ക് തോന്നുന്നതെല്ലാം കർത്താവ് തന്നതാണ്. അപ്പം ഇനി പുതിയ കാർ എടുക്കണം. ഐ വാണ്ട് ടു ടേക്ക് എ ലാൻഡ് റോവർ ഈസ് my ambition to take a Land Rover. I will take a Land Rover at the earliest time. Praise the Lord. We are the son of the king. Praise the Lord. Praise the Lord. രാജകീയമായിട്ട് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കണം. നമ്മൾ ദാരിദ്ര്യത്തില്ല കർത്താവിൻ്റെ വചനം പ്രസംഗിക്കും. ഐ എം പ്രീച്ചിങ് ദ ഗോസ്പൽ നോട്ട് ദ പ്രോവർട്ടി. ഐ എം ദ റിച്ചസ്റ്റ് മാൻ, സോ ഐ എം പ്രീച്ചിങ് ദ ഗോസ്പൽ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആരുടെയും പിന്നെ കൈ നീട്ടിയില്ല കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നതാണ്. ആരെങ്കിലും ചിന്തിക്കുവാണ് ഗതികെട്ട വചനം പ്രസംഗിക്കുന്നവരെല്ലാം ഗതികെട്ട് പ്രസംഗിക്കാന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തെറ്റിയത്. കർത്താവിൻ്റെ അഭിഷേകത്തിൽ റിച്ചസ്റ്റിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ വചനം പ്രസംഗിക്കുന്നത്. ഈ വചനം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ കേട്ടത്തില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട, അത്രേ ഉള്ളൂ. വചനം പ്രസംഗിക്കുന്നതിൽ അവഹേളിക്കരുത്. വചനം പ്രസംഗിക്കരുത്, നിന്ദിക്കരുത് ആരും. നിന്ദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കോപം നിങ്ങളിലേക്ക് വരും, നിങ്ങൾ തകർന്നു പോകും പ്രിയമുള്ളവർ. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നവരെ ഞാനൊക്കെ കളിയാക്കുമായിരുന്നു ആദ്യ ഘട്ടങ്ങളിലൊക്കെ. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായിരുന്നേ. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നവരെ ഞാൻ കളിയാക്കുമായിരുന്നു. ഇന്ന് ആ കളിയാക്കി എന്നെ കർത്താവ് എല്ലാവരുടെയും മുമ്പിൽ എന്നെ നിർത്തി.
ഈ ടങ്ങൊക്കെ, ഈ അന്യഭാഷയൊക്കെ ഞാൻ ഇത് പറയുന്നവരെ ഞാൻ ചിലപ്പോൾ പുച്ഛിച്ചിട്ടുണ്ട്. ഇന്ന് അന്യഭാഷ പറയുമ്പോൾ അഭിഷേകത്തെ ഞാൻ നിറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. If you have the desire in your heart, our God will fulfill. Don't look at the situations that are coming against your life. You can overcome situation നമുക്ക് മറികടക്കാൻ പറ്റും. Praise the Lord. Hallelujah. നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ പലതാണ്. ഇതെല്ലാം കർത്താവ് നിങ്ങളെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, മരുഭൂമിയിൽ നമുക്ക് സമൃദ്ധി ലഭിക്കും. നമ്മുടെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെ കർത്താവാക്കും. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനമെന്ന് ഈ ദേശം വിളിച്ചു പറയും, നിങ്ങൾ കർത്താവിനോട് നിന്ന് കഴിഞ്ഞാൽ. ഇവിടെ ദേശക്കാർ പറയും, ഓ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കാണുന്നില്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയും. അവരെ നോക്കേണ്ട കാര്യമില്ല. അവരവരെ വഴിക്ക് പോട്ടെ, അവർ പോയിട്ട് പണി നോക്കാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം ലോകത്തിലെ ഏറ്റവും വലിയ ജോലി കർത്താവിൻ്റെ വേല ചെയ്യുന്ന, ദൈവവേല ചെയ്യുന്ന ഏറ്റവും വലിയ ജോലി. If you are doing the gospel work, this is a wonderful, a mighty job ever which you are doing in this world. I can see your position, the highest position than the Bill Gates, Anil Ambani, Mukesh Ambani, or Prime Minister of India, Prime Minister of UK, the President of America. Your position is above their position. You are the king. Your God is a king of kings. Praise the Lord. Hallelujah. ഈ തിരിച്ചറിവോടുകൂടി നമ്മൾ വചനം പ്രസംഗിക്കണം പറയുമ്പോഴേ. Praise the Lord. Hallelujah. അതാണ് കർത്താവ് പറയുന്നത്. അത് ഞാൻ പാഴ്മേലകളും നദികളെയും താഴ്വരയുടെ നടുവിൽ ഉറവകളെയും തുറക്കും, മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരവറുകളുമാക്കും. Praise the Lord. Hallelujah. ഞാൻ പെട്ടെന്ന് അരമണിക്കൂർ പോയേ. The 30 minutes is got over very soon. I am going to finish within a 5 minutes. Okay. I am not going to take much more time. 11 p.m. I will go to bed. Okay. I will wake up early morning. I will go for morning walk. There is a nice seaside in my house. I will go for morning walk. Praise the Lord. In the seashore. നല്ല കടൽത്തീരമുണ്ട്. അവിടെ നല്ല മോർണിംഗ് വാക്കിൽ പോയി കഴിഞ്ഞ് നല്ല കടൽക്കാറ്റൊക്കെ കിട്ടും. ദിവസം ഞാൻ അല്പം എക്സസൈസ് ചെയ്യാനും നടക്കാനൊക്കെ പോകും. പ്രൈസ് ദി ലോർഡ്. കടലിൽ മീൻ പിടിക്കാൻ പോകും, ഫിഷിങ്ങിന് പോകും. ഐ വിൽ ഗോ ഫോർ ഫിഷിങ്. നല്ല മീനൊക്കെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വചനം വായിക്കും, കർത്താവിനെ പ്രഘോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഓൾ ആർ വെൽക്കം ടു പോർട്സ്മൗത്ത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പോർട്സ്മൗത്ത്. ഓൾ ആർ വെൽക്കം ടു പോർട്സ്മൗത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരാളും അത് ദൈവശക്തിയാണ്. അതാണ് റോമൻ ചാപ്റ്റർ 1 വേഴ്സസ് 16 സേസ്. ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 1 വേഴ്സസ് 16 സേസ്. ഇതാണ് പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ഭവിക്കുന്ന ദൈവശക്തിയാണത്. ദിസ് ഈസ് എ പവർ ഓഫ് ദ ലോർഡ്. ഗോസ്പൽ ഈസ് എ പവർ ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ റോമൻ ചാപ്റ്റർ 4 വേഴ്സസ് 20 പറയുവാണെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തെ സംശയിക്കാതെ വിശ്വാസം ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതാണ് അബ്രഹാം കൊടുത്തത്. കാണുന്നതല്ല, ഒന്നുമല്ല. വിശ്വാസത്താൽ അവരുടെ തീയുടെ ബലം കടത്തി സിംഹത്തിലെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. സ്ത്രീകൾക്ക് അവരെ മരിച്ചവരെ തിരിച്ചു കിട്ടി. വാളിൻ്റെ വായ്ത്തളിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വാളിൻ്റെ വായ്ത്തളിൽ നിന്ന് ഓടിപ്പോയി രക്ഷപ്പെടുമെന്നല്ല പറയുന്നത്. ഇതുപോലെ സിമിലർ തിങ് അവർ ഗോഡ് ക്യാൻ ഏബിൾ ടു ഡു ഇൻ യുവർ ലൈഫ് ബൈ ഫെയ്ത്ത്. പ്രൈസ് ദി ലോർഡ്. അവർ എല്ലാ ദിവസവും കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരിക്കണം കർത്താവിന് വേണ്ടി. അങ്ങനെ നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഡേ ബൈ ഡേ ഞാനൊക്കെ ആദ്യം കർത്താവിനോട് സ്ട്രീറ്റിൽ പോയി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, ആൾക്കാരോട് പ്രാർത്ഥിക്കും 1 മാസം 2 മാസം ഒന്നും കിട്ടുന്നില്ല. എനിക്ക് തന്നെ ഡൗട്ടായി, ഇതന്നെ അങ്ങനെ കുഴപ്പമാവോ, അടി കിട്ടുമെന്ന് ഞാനും പേടിച്ചു പോയി. ആൾക്കാരെടുത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാം കണ്ണടച്ച് അവർ കേൾക്കുന്നുണ്ട്, അവരൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പറയുന്നില്ല. ഞാനവിടെ സീറ്റിൽ പോയി എന്നിട്ടേ കർത്താവിൻ്റെ വചനം പറഞ്ഞ് എല്ലാവരും വിളിക്കുമായിരിക്കും. എല്ലാ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കും, പ്രാർത്ഥിക്കാൻ ഒത്തിരി പേര് വരും. പ്രാർത്ഥിക്കുന്നവനും എൻ്റെ കണ്ണുകൊണ്ടൊന്നും ഞാൻ കാണുന്നില്ല.
ഞാൻ ലാസ്റ്റ് വിചാരിച്ച് കർത്താവ് ഇത് സംഗതി ഇപ്പോൾ കുഴപ്പമായോ, ലാസ്റ്റ് അടിയെല്ലാം കിട്ടുമോ. വഴക്ക് പറയുന്നവരുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയുന്നവരുണ്ട് സ്റ്റേറ്റിൽ. അത് ഞാൻ നോക്കാറില്ല. എനിക്ക് ഭയങ്കര വിഷമം, ഇതൊന്നും നടക്കുന്നില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാനിപ്പം സംഗതി വചനവും പറയുന്നത് തെറ്റായി പോയോ, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ കാര്യങ്ങളെ ആദ്യ നാളുകളിലൊക്കെ അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. നീ അങ്ങനെ പിന്നെ സ്ട്രീറ്റിൽ പോയി എനിക്ക് ഭയങ്കര ഒരു മടി പ്രസംഗിക്കാനായിട്ട്, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനൊരു മടി. ഞാൻ എന്ത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിങ്ങനെ നോക്കി, ഞാൻ തന്നെ ഉള്ളതാണ്, വേറെ ആരും കൂടുതലില്ല. ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സ്ട്രീറ്റിൽ പോയി നിന്നപ്പോൾ ഒരു സ്ത്രീ ഓടിയെന്ന് പറയുവാണേ, പാസ്റ്റർ 3 months before you were praying for me, my daughter, he was not having child, now he is blessed with a child. Praise the Lord. പിന്നെ ചർച്ചിലേക്ക് ആൾ വരാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ഹീൽ കിട്ടും. എൻ്റെ കാലിൻ്റെ പിന്നെ നടക്കത്തില്ലാത്ത അവസ്ഥ മാറി. I could not able to walk. Pastor, when you prayed, I got the strength. I don't have any pain. കർത്താവ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. Praise the Lord. ഹല്ലേലൂയ. നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. ഒന്നും if you are praying today, if you cannot able to see anything in your eyes, nothing to worry. Today or tomorrow you can see the result in your eyes. ഇന്നോ നാളെയോ ഈ റിസൾട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച റിസൾട്ട് കർത്താവ് നിങ്ങളെ കാണിക്കും. പ്രിയമുള്ളവർ, നിങ്ങളുടെ മുഖം ലഭിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ വിശ്വാസം ശക്തിപ്പെട്ട് പോകണം. ലോകക്കാർ ചിലപ്പോൾ നിങ്ങൾ ഒറ്റയാണുള്ളൂ പോകാനായിട്ട്, ഒരാൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കാണില്ല. നിങ്ങൾ ഏറ്റവും ഇന്നലെ ഒരു അടുത്ത് നിന്ന വ്യക്തി നിങ്ങളെ വിട്ടുപോകും. അവർ നിങ്ങൾക്കെതിരെ പോസ്റ്റ് ഇടും ഫേസ്ബുക്കിലൊക്കെ, ഇവനെതിരെ അങ്ങനെയാണ്, കള്ള പാസ്റ്റാ, കള്ള പ്രവാചകനൊക്കെ പറയും. നോക്കാൻ പോകണ്ട. ഓൺലി ലുക്ക് അറ്റ് ദ ഹെവൻ, ഓൺലി ലുക്ക് അറ്റ് ദ ഗോഡ് ജീസസ് ക്രൈസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ പറയുന്നവർ അവരെ നശിച്ചു പോലാണ് നിങ്ങൾ നശിക്കുന്നത്. യു വിൽ നോട്ട് ഗെറ്റ് പെരിഷ്, ദേ വിൽ ഗെറ്റ് പെരിഷ്. നിങ്ങൾ ഡേ ബൈ ഡേ നിങ്ങൾ ശക്തിപ്പെടും. കർത്താവ് നിങ്ങളെ മാനിക്കും. ശത്രുക്കളുടെ മുമ്പിൽ കർത്താവ് മേശയൊരുക്കും. മരുഭൂമിയിലും കർത്താവ് നിങ്ങൾക്ക് സമൃദ്ധി ലഭിക്കും. എല്ലാ വേളും കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കും. അവർ തളർന്നു, പക്ഷെ നിങ്ങൾ തകരത്തില്ല. ക്ഷാമകാലത്തും കർത്താവ് നിങ്ങളെ പരിപാലിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിർത്തുവാണേ. അപ്പം 1 മണിക്കൂർ I am going to stop right now. I want to finish in time. 9 o'clock I want to finish it. അതുകൊണ്ട് ഒരു കാര്യം, in short time, just I want to say what I've said. Our God can provide everything whatever need. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സഹായിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിലുള്ള ജ്ഞാനത്തിൽ അത് തിരിച്ചറിയുന്നത് വളരണം. വളരും തോറും കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മിനിറ്റ്. രോഗിയുള്ള ആൾക്കാർ, if anybody suffering sickness, you can keep your hand on your sickness, your body. Our God is going to give you the healing right now. Praise the Lord. Hallelujah. I'm not a healer. My duty to pray. But I know the God which I'm praying, the name of Jesus is a powerful name. I'm worthy to take this name. The Gentiles are not worthy to take this name. Only the children of God. The angels are not worthy to take this name. Only Pastor Jolie Lazar and the child of God. Praise the Lord. I'm going to pray for you. പിതാവേ നന്ദി വർഷത്തു ശീതക്കന ബുരത്തി തക്കന ശീചത്തപ്പത്തക്കന ദുരത്തി തക്കന ചുച്ചത്തക്കന ദുരത്തി തക്കനി ശീതത്തക്കനത്തിരി ഇരുത്തക്കനത്തിരു ദത്തപ്പത്തക്കന ദുരത്തി തക്കന തിച്ചത്തക്കന ദുരത്തി ചുച്ചോ ചുത്ത ഷത്തപ്പത്തക്കത്തക്കന തുരത്തിക്കന ചിരത്തിക്കിറങ്ങി ചീത്തത്തക്കൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഫാദർ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞാൻ ഈ കർത്താവ് ഈ വചനം വായിച്ചിരുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വചനത്തിൻ്റെ അഭിഷേകമില്ലാക്കി നിങ്ങളുടെ കർത്താവ്, പ്രത്യേകിച്ച് കർത്താവ് വചനത്തിൻ്റെ കുത്തൊഴുക്ക് ഈ രാജ്യത്തിൽ മാറട്ടെ. ഈ രാജ്യത്തിലേക്ക് വരട്ടെ കർത്താവ്, രാജ്യത്തിനുള്ളിൽ നിറയട്ടെ കർത്താവ്. ഐ പ്രേ ഫോർ ദിസ് യുണൈറ്റഡ് കിങ്ഡം. ഐ പ്രേ ഫോർ India, Scotland and Wales, in all the counties of UK and all the cities
all the cities, Father. I pray for, Father, I pray for Sheikh the Nation Ministry, Father. Father, in all the counties, all the cities of UK, we need the fellowship, Father. In the name of Jesus Christ, I pray. In the name of Jesus Christ, let everyone raise your hand. In all the cities of UK, we need the fellowship. Sheikh the Nations need the fellowship. Sheikh the Nations need the ministers. Sheikh the Nations need the preachers. Sheikh the Nations need the dedicated, the men of God and women of God. In the name of Jesus Christ, I pray. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകമുള്ളവർ ഉയർത്തെഴുന്നേൽക്കട്ടെ കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ. രോഗത്തെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, ശരീരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്തെ നിരാനുള്ള ആൾക്കാർക്ക് വേണ്ടി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. I bless him, Father. Thank you for your sending your anointing to all the people, Father. In the name of Jesus Christ, in the name of Jesus Christ, in the mighty name of Jesus Christ, I bless each one of them, Father. The people are having the desire, Father. Let your power move to their Father. In the name of Jesus Christ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, in Jesus' name, I pray. Amen. My prayer is powerful prayer. I know. ഞാൻ പ്രാർത്ഥിക്കാൻ ആരും നോക്കാൻ പോകാത്ത. When I am praying, I will never look at anybody. I am praying from my heart. Pray the Lord. Pray for me. Tomorrow there is a live preaching, one of the greatest men of God from India. Okay, that will be translating to English. All the Malayalis and all the English people, all the Hindi people, all the people, please watch online. There will be Hindi song tomorrow. We will be singing this Hindi song, Malayalam song, English song, and everything. If any of the choir team people are thinking you want to sing with us, you can contact to me. Okay, any testimony. If any of the pastors are thinking I want to share the word of God, you can contact me. Any of the pastors, if you are thinking, I cannot go alone, I want to join, with the Sheikh the Nation Ministry, you are most welcome. You can join with us. But I will encourage to you, if you can go by yourself, go by yourself. Okay, don't join with us. If you are joining with the Sheikh the Nation Ministry, there will be terms and conditions. But we will help you. If you are joining, you can visit to UK. You can preach the gospel with us. You can preach in our churches and ministries. Okay. You can preach English churches too. But I'm saying, but if you can go by yourself, go by yourself. But if you are joining our ministry, there is a terms and conditions. Okay. You have to follow. It is not much difficult. It's very easy one. Okay. അപ്പോൾ എല്ലാവരും ഞാൻ തോന്നുന്നവരെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും, if you are coming to ministry, I will be your spiritual father. ഓക്കെ. സോ ദാറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പല രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. In a future coming months, the pastors are going to join in my Sheikh the Nation ministry, and they are going to merge their ministry to us, our ministry. We will go together. Praise the Lord. Hallelujah. അപ്പോൾ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും we have every day English gospel revival. It's a non-stop gospel revival at 6 p.m. to 7:30 p.m. UK time, and 8 p.m. or 8:15 p.m. to 9 p.m. 8:15 p.m. to 9 p.m. Malayalam message, UK time. Join with us. Celebrate the victory. Celebrate the victory of the God. Celebrate. നമുക്കറിയാവുന്ന പാട്ടുകൾ ഉണ്ടാക്കി പാടും. പ്രൈസിലോട് അങ്ങനെ പാടുമ്പോൾ പുതിയ ദിവസം നമ്മളിപ്പോൾ പാട്ട് പാടുന്നവർക്ക് we have to write new songs. I wrote some songs. I will sing my songs. Okay, later on in future. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മെസ്സേജ് ആയിരുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും. God bless you all. Okay, please pray for me. Please keep me in your prayer. I need more anointing and power. God bless you. See you tomorrow at 6 p.m. UK time, English message. See you tomorrow at 8:15 p.m. UK time, Malayalam message. God bless you. Thank you very much. God bless you.